നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് എം പി ബി.ജെ.പിയിൽ ചേരുന്നുവെന്ന് റിപ്പോർട്ട്. എം പി ബി.ജെ.പി നേതൃത്വത്തെ സമീപിച്ചെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് വരുമെന്ന് പത്മജ. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി.ജെ.പി എന്ന് എം പി ഗോവിന്ദൻ മാസ്റ്റർ. പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി വി ഡി സതീശൻ. മോദി സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ഇടം നേടി ചാണ്ടി ഉമ്മൻ എം.എൽ.എ. ഇടം നേടിയത് ദേശീയപാത അതോറിറ്റി പാനലിൽ. 63-അംഗ പാനലിൽ ചാണ്ടി ഉമ്മൻ 19-ാം സ്ഥാനക്കാരൻ. ഒരു ഉന്നത കോൺഗ്രസ് നേതാവ് കേന്ദ്ര അഭിഭാഷക പാനലിൽ ഇടം നേടുന്നത് ഇതാദ്യം. ഓണത്തിന് സർക്കാരിന്റെ കൈത്താങ്ങ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സർക്കാരിന്റെ 1000 രൂപ ഉത്സവ ഭത്ത. സപ്ലൈകോ കൂടുതൽ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. മെഡിസെപ്പിലൂടെ 2.5 വർഷത്തിനിടെ 1485 കോടിയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കിയെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. മണിപ്പൂരിൽ സംഘർഷം രൂക്ഷം. ഇംഫാലിൽ വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ച് അക്രമാസക്തം. രാജ്ഭവന്റെ കവാടത്തിലേക്ക് കല്ലേറ്. തൗബാൽ കളക്ടറേറ്റിൽ അക്രമകാരികൾ ദേശീയ പതാക അഴിച്ചുമാറ്റി. മെയ്തേ വിഭാഗത്തിന്റെ പതാക ഉയർത്തി. ബീരേൻ സിംഗ്. സർക്കാരിനെതിരെ ജനരോക്ഷം ശക്തം. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ബംഗാൾ സർക്കാരിനും പോലീസിനും സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. കേസ് അന്വേഷണത്തിൽ സർക്കാർ വീഴ്ച വരുത്തി. സമരം ചെയ്യുന്ന ഡോക്ടർമാർ നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് ജോലിയിൽ ഹാജരാകണമെന്ന് സുപ്രീംകോടതി. കാസർഗോഡ് കീഴൂരിൽ നിന്ന് കാണാതായ മുഹമ്മദ് റിയാസിന്റെ മൃതദേഹം തൃശൂരിനടുത്ത് കടലിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് മൃതദേഹം കൊടുങ്ങല്ലൂർ അഴീക്കോട് കടലിൽ നിന്ന് കണ്ടെത്തിയത്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 5 കിലോ വിദ്യാർത്ഥികൾക്കുള്ള 5 കിലോ അരി വിതരണം ആരംഭിച്ചു. അരി വിതരണം ചെയ്യുന്നത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക്. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവിന്റെ പീഡന പരാതിയിലുള്ള കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ദില്ലിയിൽ നിരീക്ഷണത്തിലായിരുന്ന ആൾക്ക് മങ്കി പോക്സ് അല്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നിരീക്ഷണത്തിൽ തുടരുന്ന ആളുടെ ഫലം നെഗറ്റീവെന്നും ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസിനെതിരെ പ്രകോപനം സൃഷ്ടിച്ച് യുവമോർച്ച പ്രവർത്തകർ. സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ബി.ജെ.പിയിൽ പോരുമുറുകുന്നു. സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് നേതാക്കൾ രാജിവെച്ചത് ബി.ജെ.പിക്ക് തിരിച്ചടി. ആം ആദ്മി കോൺഗ്രസ് സഖ്യചർച്ചയിൽ പുരോഗതി. ഏതാനും സീറ്റുകളിൽ ഇരുവരും ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനം. കൊൽക്കത്തയിലെ പി.ജി ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ മമതാ സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധം. CBIയും ബംഗാൾ സർക്കാരും കോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത സമയത്തെക്കുറിച്ച് വ്യക്തത വരുത്തണമെന്നും സുപ്രീംകോടതി. മലപ്പുറത്ത് ഇന്നലെ വിവാഹം നടക്കേണ്ടിയിരുന്ന യുവാവിനെ കാണാതായ സംഭവത്തിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ വിഷ്ണുജിത്ത് എത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. ചേർത്തലയിൽ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പുതിയ വഴിത്തിരിവ്. കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം. മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്ന് യുവതിയുടെ മൊഴി.
സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടത് സർക്കാർ പരിശോധിക്കുമെന്ന് CPIM PB അംഗം A വിജയരാഘവൻ. ഏതു വിഷയത്തെയും ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത്. തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ല കേരള മുഖ്യമന്ത്രിയെന്നും A വിജയരാഘവൻ. VD സതീശന്റെ പറവൂരിലെ ഓഫീസിലേക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധ മാർച്ച് നടത്തി. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പവർ ഗ്രൂപ്പിന്റെ സ്ത്രീപീഡനം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ചേർന്ന് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. വീഡിയോകൾ, ഫോട്ടോകൾ എന്നിവ പേര്, മൊബൈൽ നമ്പർ എന്നിവ ഉൾപ്പെടുത്തി മെയിലിലും ഇൻസ്റ്റാഗ്രാം പേജിലും അയക്കാവുന്നതാണ്. CITU വയനാട് ജില്ലാ കമ്മിറ്റിക്ക് CITU മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യമായ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി ജില്ലാ ജനറൽ സെക്രട്ടറി VP സക്കറിയ, വൈസ് പ്രസിഡന്റ് AK വേലായുധൻ എന്നിവരുടെ നേതൃത്വത്തിലേക്ക് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.